ഹായ്. അപ്പോൾ നമ്മൾ നമ്മുടെ 150 ഡേയ്സ് ചാലഞ്ച് ഡേ 1 സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ടൈം ടേബിളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി എന്നിവരുടെ പ്രധാന ആശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് SNDP, നായർ സർവീസ് സൊസൈറ്റി, സാധുജന പരിപാലന സംഘം, ആത്മവിദ്യാ സംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, സമത്വ സമാജം, യോഗക്ഷേമ സഭ. ഈ മൂന്നല്ല, 1, 2, 3, 4, 5, 6, 7 പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 7 എന്ന് വിചാരിച്ചിട്ട് ഒരുപാടുണ്ടെന്ന് വിചാരിക്കേണ്ട, വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഓഡിയോ ക്ലാസ് കേൾക്കുക. അറിയാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. ആദ്യം SNDP എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. എന്താണ് SNDP? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അത് സ്ഥാപിതമായ വർഷം ചോദിക്കാം. 1903 മെയ് 15. എന്നാണ് SNDP സ്ഥാപിതമായത്? 1903 മെയ് 15. SNDPയുടെ ആസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൊല്ലമാണ്. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെട്ട സംഘടന വാവൂട്ട് യോഗമായിരുന്നു. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമേതാ? അത് അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം 1898. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത്. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു, സെക്രട്ടറി കുമാരനാശാൻ, ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. ഒന്നുകൂടെ പറയാം, ശ്രീനാരായണ ഗുരു ആജീവനാന്ത അധ്യക്ഷനായിരുന്നു. അതുപോലെ സെക്രട്ടറി കുമാരനാശാൻ, പൽപ്പു എന്തായിരുന്നു? SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ്. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കുവാൻ പ്രേരിപ്പിച്ച വ്യക്തിയായിരുന്നു ഈ ഡോക്ടർ പൽപ്പു. SNDPയുടെ മുഖപത്രം വിവേകോദയം. വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ M ഗോവിന്ദൻ. ഇതൊക്കെ PYQ ആണെന്ന് പറയാം കേട്ടോ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പോയിന്റും അറിയാത്തതുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒരു നോട്ട്ബുക്ക് എടുക്കുക, എഴുതി വെക്കുക. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. അപ്പൊ SNDPയുടെ മുഖപത്രം വിവേകോദയം, SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹിക പരിഷ്കരണ സന്ദേശം ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ SNDP യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങൾ സുജന നന്ദിനി, കേരള കൗമുദി. ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹിക പരിഷ്കരണ സന്ദേശം ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ SNDP യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളായിരുന്നു സുജന നന്ദിനി, കേരള കൗമുദി തുടങ്ങിയവ. കിട്ടിയല്ലോ? അത്രേ കാര്യമുള്ളൂ നമുക്ക് SNDP പഠിക്കാനായിട്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. നായർ സർവീസ് സൊസൈറ്റി, NSS. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ, അതായത് ഭാരത് സേവാ സംഘത്തിന്റെ മാതൃകയിൽ സ്ഥാപിച്ച സംഘടനയാണ് NSS. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ സ്ഥാപിച്ച സംഘടനയാണ് NSS. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി ആരംഭിച്ച സംഘടനയാണ് NSS എന്ന് പറയുന്നത്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1914 ഒക്ടോബർ 31. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1914 ഒക്ടോബർ 31. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്നയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്?
പെരുന്ന എവിടെയാണ്? ചങ്ങനാശ്ശേരി, കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം. അപ്പൊ നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ട് ആരംഭിച്ച സംഘടന നായർ സർവീസ് സൊസൈറ്റിയും 1914 ഒക്ടോബർ 31 സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ ചോദിക്കട്ടെ, SNDP സ്ഥാപിതമായ വർഷം എന്നാ? 1903 മെയ് 15. മാറിപ്പോവരുതേ. ഇനി നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്നയാണെന്ന് പറഞ്ഞു. നായർ സർവീസ് സൊസൈറ്റി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. നായർ സർവീസ് സൊസൈറ്റി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ. ഓക്കെ, കപ്പന കണ്ണൻ മേനോൻ. നായർ ഭൃത്യജന സംഘം പിന്നീട് നായർ സർവീസ് സൊസൈറ്റി ആയി മാറിയത് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1915 ജൂലൈ 11. ഓക്കെ, ഇനി നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി കെ പരമുപിള്ളയായിരുന്നു. NSSന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. അപ്പൊ ഞാൻ ചോദിക്കാം, SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. ഓക്കെ, NSSന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും NSSന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനും. അപ്പൊ SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാ? കുമാരനാശാൻ. കിട്ടിയല്ലോ. ഇനി NSSന്റെ ആദ്യ ട്രഷറർ എന്നറിയപ്പെടുന്നത് പനങ്ങാട് കേശവ പണിക്കരാണ്. NSSന്റെ ആദ്യ ട്രഷറർ എന്നറിയപ്പെടുന്നത് പനങ്ങാട് കേശവ പണിക്കർ. മന്നത്ത് പത്മനാഭനോടൊപ്പം നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരായിരുന്നു ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അമ്പലപ്പാട്ട് ദാമോദരനാശാൻ, കളത്തിൽ വേലായുധൻ നായർ. ഇനി NSSന്റെ മുഖപത്രം സൗവീസ് ആണ്. അപ്പൊ ചോദിക്കട്ടെ, SNDPയുടെ മുഖപത്രം ഏതാ? വിവേകോദയം. സൗവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കറുകച്ചാലാണ്. സൗവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് കറുകച്ചാലാണ്. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? കോട്ടയത്തെ കറുകച്ചാലില്. സൗവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കറുകച്ചാലാണ്. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് കറുകച്ചാൽ, കോട്ടയമാണ്. കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആയിരുന്നു കെ കേളപ്പൻ. ഓക്കെ, അപ്പൊ കെ കേളപ്പൻ NSSന്റെ ആരായിരുന്നു? ആദ്യ പ്രസിഡന്റ് ആയിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി NSSന്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ്. വർഷം 1947. ഓക്കെ, ആദ്യ പ്രിൻസിപ്പൾ ആയിരുന്നത് TK നാരായണ അയ്യരായിരുന്നു. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. NSS സംഘടനയുടെ മറ്റു പേരുകളാണ് മലയാളി സഭ, കേരളീയ നായർ സംഘടന. അപ്പൊ ഏതാണ് മലയാളി സഭ എന്ന് ചോദിച്ചാൽ NSS ആണ്. കേരളീയ നായർ സംഘടന ചോദിച്ചാലും NSS ആണ്. കിട്ടിയല്ലോ. മലയാളി സഭ, കേരളീയ നായർ സംഘടന. നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം 1916. നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം 1916. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാ? 1914 ഒക്ടോബർ 31. ഓക്കെ, ഇടയ്ക്ക് ഞാനിങ്ങനെ ചോദിക്കും, ഓർമ്മയുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം 1916. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം 1925. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത്. NSSന്റെ ആദ്യ കരയോഗം നടന്നത് പത്തനംതിട്ടയിലെ തട്ടയിലാണ്. പത്തനംതിട്ട, തട്ട അല്ലെ. NSSന്റെ ആദ്യ കരയോഗം നടന്നത് പത്തനംതിട്ടയിലെ തട്ടയിൽ. NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് പന്തളത്താണ്. NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് പന്തളത്താണ്. ഇനി വേലുത്തമ്പി മെമ്മോറിയൽ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ധനുവച്ചപുരമാണ്. വേലുത്തമ്പി മെമ്മോറിയൽ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ധനുവച്ചപുരം, തിരുവനന്തപുരത്തെ ധനുവച്ചപുരമാണ് വേലുത്തമ്പി മെമ്മോറിയൽ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ, കണ്ണൂരാണ്. ഓക്കെ, വേലുത്തമ്പി ധനുവച്ചപുരം തിരുവനന്തപുരം, പഴശ്ശിരാജ മട്ടന്നൂർ, കണ്ണൂർ. മഹാറാണി സേതു പാർവതിബായി NSS വിമൻസ് കോളേജ് നീറമൺകര, തിരുവനന്തപുരം. എവിടെയാണ്? നീറമൺകര, തിരുവനന്തപുരമാണ്.
ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കേൾക്കുക കേട്ടോ. ഇനി അടുത്തത് സാധുജന പരിപാലന സംഘം. എന്താണത്? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? അയ്യങ്കാളിയാണ്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായി. വർഷം എന്നാണ് 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടനയായിരുന്നു ഏതെന്ന് പറയുന്നത്? SNDP. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന ചോദിച്ചാൽ അത് ഏതാണ്? അത് SNDP ആയിരുന്നു. അപ്പൊ ചോദിക്കട്ടെ, SNDP സ്ഥാപിതമായ വർഷം എന്നാ? 1903 മെയ് 15 കിട്ടിയല്ലോ. ഇനി സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്നത് സാധുജന പരിപാലിനി. ഏതാണ്? സാധുജന പരിപാലിനി. വർഷം എന്നാ? 1913. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി. എന്നാണത്? എന്നാ പറഞ്ഞേ? അത് 1913 ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ NSSന്റെ മുഖപത്രം എന്തായിരുന്നു? NSS അത് സർവീസ് ആയിരുന്നു അല്ലെ. SNDPയുടെ മുഖപത്രം എന്തായിരുന്നു ആദ്യം? വിവേകോദയം. എന്നാൽ ഇപ്പോഴോ? യോഗനാഥം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നോക്കാം. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാല് ചങ്ങനാശ്ശേരി സുദർശന പ്രസ്. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സില്. സാധുജന പരിപാലനിയുടെ ആദ്യ എഡിറ്റർ ആയിരുന്നു ചെമ്പന്തറ കാളി ജ്യോതി കറുപ്പൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരായിരുന്നു സാധുജന പരിപാലനിയുടെ ആദ്യ എഡിറ്റർ എന്ന് ചോദിച്ചാൽ ചെമ്പന്തറ കാളി ജ്യോതി കറുപ്പൻ. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് മാറി. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1938. അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം 1938. അപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം എന്നാ? 1907. ഇത് പിന്നെ എന്തായി മാറി? പുലയ മഹാസഭയായി മാറി 1938. ഓക്കെ, ഒരു സംഘടന നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ബ്രഹ്മനിഷ്ഠ മഠം സംഘം. എന്താണ് ബ്രഹ്മനിഷ്ഠ മഠം സംഘം? അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് ബ്രഹ്മനിഷ്ഠ മഠം സംഘം. അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ബ്രഹ്മനിഷ്ഠ മഠം സംഘം ആരൊക്കെ? സദാനന്ദ സ്വാമികളും അയ്യങ്കാളിയും. ഇനി പഠിക്കാനുള്ളത് നമുക്ക് ഏതാണ്? ആത്മവിദ്യാ സംഘമാണ്. ആത്മവിദ്യാ സംഘം അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടന. എന്തിനൊക്കെ? അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ആരംഭിച്ച വർഷം 1917. ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം കോഴിക്കോടിലെ കരക്കാട്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ആരംഭിച്ച വർഷം 1917. ഓക്കെ, ഇതൊക്കെ PYQ ആണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. കരക്കാട് കോഴിക്കോടാണ് ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന കവിത സ്വതന്ത്ര ചിന്താമണി. എന്താണ് സ്വതന്ത്ര ചിന്താമണി? ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന കവിതയാണ്. 1921 സ്വതന്ത്ര ചിന്താമണി. ഈ സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകം ആത്മവിദ്യയാണ്. ഒന്നുകൂടെ പറയാം. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടന ആത്മവിദ്യാ സംഘം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ആരംഭിച്ച വർഷം 1917. ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം കരക്കാട് കോഴിക്കോട്.
ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിത സ്വതന്ത്ര ചിന്താമണി 1921. സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ. അപ്പോൾ ആത്മവിദ്യാസംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം കരക്കാട്, കോഴിക്കോട് കരക്കാടാണെന്ന് പറഞ്ഞു. പിന്നെ ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന കവിത സ്വതന്ത്ര ചിന്താമണി, വർഷം 1921. വാഗ്ഭടാനന്ദനാണ് സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ്. ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ. ഓക്കെ ആണല്ലോ. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ഇപ്പോ എല്ലാ മുഖപത്രവും ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. ഇത് എന്ത് ചെയ്യുക, മുഖപത്രം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടായിട്ട് തന്നെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വരില്ല. അഭിനവ കേരളമാണ് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്നത്. ഓക്കെ, അഭിനവ കേരളം ഏതിൻ്റെതാണ്? ആത്മവിദ്യാസംഘത്തിന്റെ. അപ്പൊ ഞാൻ ചോദിക്കാം, സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? സാധുജന പരിപാലിനി 1913. NSSന്റെ മുഖപത്രം സർവീസ്. അതുപോലെ SNDPയുടെ മുഖപത്രം വിവേകോദയം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. കിട്ടിയല്ലോ. ഇനി അഭിനവ കേരളം നമ്മൾ പറഞ്ഞു. 1921 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് അഭിനവ കേരളം. ഓക്കെ, ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയായിരുന്നു ആത്മവിദ്യാ കാഹളം 1929. ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ആത്മവിദ്യാ കാഹളം 1929. അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ. അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ. ഓക്കെ, കേട്ടിട്ടുണ്ടാവും. ഇനി എന്താന്ന് വെച്ചാല് നമുക്ക് നോക്കാനുള്ളത് പ്രത്യക്ഷ രക്ഷ ദൈവസഭയാണ്. അപ്പൊ ഞാൻ ഈ ആത്മവിദ്യാ സംഘം ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകം ഏതാ? ആത്മവിദ്യയാണ്. അഭിനവ കേരളം എന്തായിരുന്നു? ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം. 1921 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് ഏതെന്ന് പറയുന്നത്? അഭിനവ കേരളം. ആത്മവിദ്യാ കാഹളം അതെന്താണ്? ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാ കാഹളം. വർഷം 1929. അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ. അപ്പം ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ ആരെ പറയും? വാഗ്ഭടാനന്ദൻ. ഓക്കെ, ഇനിയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായിട്ട് യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അല്ലെങ്കിൽ എന്ത് പറയും? PRDS. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909 എന്നാണ്. 1909 PRDS സ്ഥാപിതമായത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ട. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ട. ഇരവിപേരൂർ, പത്തനംതിട്ട. അല്ലെ, നമ്മളൊരു പത്തനംതിട്ട നേരത്തെ പറഞ്ഞല്ലോ. NSSന്റെ ആദ്യ കരയോഗം നടന്നത് അല്ലെ തട്ടയിൽ, പത്തനംതിട്ട. ഓർക്കുന്നുണ്ടല്ലോ. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ട. ഇനി PRDSന്റെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് കുമാര ഗുരുദേവനാണ്. PRDSന്റെ മുഖപത്രം ഏതാണ്? വീണ്ടും വന്നു മുഖപത്രം ADR ദീപം. ഓക്കെ, അഭിനവ കേരളം മറന്നിട്ടുണ്ടോ? ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം ഇല്ല അല്ലെ. അപ്പൊ PRDSന്റെ മുഖപത്രം ADR ദീപമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകൾ പൊയ്കയിൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേര് പൊയ്കയിൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ. പൊയ്കയിൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ എന്നീ പേരുകളിലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെട്ടിരുന്നത്.
കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് സമത്വ സമാജം. വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പറയാം. സമത്വ സമാജം സ്ഥാപിച്ച വർഷം ചോദിച്ചിട്ടുള്ളതാണ് 1836. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യോഗക്ഷേമ സഭ. വർഷം 1908 ജനുവരി 31 ആലുവ. ഓക്കെ, യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908 ജനുവരി 31 ആലുവ. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. കിട്ടിയോ? യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തിയായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാല് ബഹുഭാരിത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക. ബഹുഭാരിത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമായിരുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ആപ്തവാക്യം. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ഇതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടാണ് ഇതിലെ പ്രധാന അംഗമായ വ്യക്തി. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഇതാ വീണ്ടും വന്നു, മംഗളോദയം. മംഗളോദയം യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. PRDSന്റെ മുഖപത്രം ഏതായിരുന്നു? ആടിയാർ ദീപം. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം. NSSന്റെ മുഖപത്രം സർവീസ്. സാധുജന പരിപാലന സംഘത്തിന്റേത് സാധുജന പരിപാലനി. SNDPയുടെ മുഖപത്രം വിവേകോദയം. ഓക്കെ, ഇനി യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകൾ മംഗളോദയം, യോഗക്ഷേമം. ഇതിലൊക്കെയായിരുന്നു? മംഗളോദയത്തിലും യോഗക്ഷേമത്തിലും. കിട്ടിയല്ലോ. അടുത്തതാണ് കേരള പുലയ മഹാസഭ. 1970 കേരള പുലിയ മഹാസഭയുടെ അതായത് KPMSന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് P.K. ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. ആരാണ്? P.K. ചാത്തൻ മാസ്റ്റർ. KPMSന്റെ ആദ്യ ശാഖ ആരംഭിച്ച സ്ഥലം വെങ്ങാനൂരാണ്. KPMSന്റെ ആദ്യ ശാഖ ആരംഭിച്ച സ്ഥലം വെങ്ങാനൂര്. KPMSന്റെ മുഖപത്രം നയലഭം. എന്താണ് KPMSന്റെ മുഖപത്രം? നയലഭം. KPMSന്റെ ആദ്യ പ്രസിഡന്റ് P.K. ചാത്തൻ മാസ്റ്റർ ആണ്. KPMSന്റെ ആദ്യ സെക്രട്ടറി ചന്ദ്രശേഖര ശാസ്ത്രിയാണ്. ഓക്കെ, എന്താണ്? KPSന്റെ മുഖപത്രം നയലഭമാണ്. KPSന്റെ മുഖപത്രം ഏതാണ്? നയലഭമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നയലഭം അധികം ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യാം, അത് ഒന്ന് പഠിച്ച് വെച്ചേക്കുക. KPMS എന്ന് പറയുമ്പോൾ കേരള പുലയ മഹാസഭ, ഇതിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് P.K. ചാത്തൻ മാസ്റ്റർ. 1970 നയലഭം KPMSന്റെ മുഖപത്രമാണ്. KPMSന്റെ ആദ്യ പ്രസിഡന്റ് P.K. ചാത്തൻ മാസ്റ്റർ ആണ്. KPMSന്റെ ആദ്യ സെക്രട്ടറി ചന്ദ്രശേഖര ശാസ്ത്രിയാണ്. KPMSന്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് ചന്ദ്രശേഖര ശാസ്ത്രി. KPMSന്റെ ആദ്യ പ്രസിഡന്റ് P.K. ചാത്തൻ മാസ്റ്റർ. KPMSന്റെ ആദ്യ സെക്രട്ടറി ചന്ദ്രശേഖര ശാസ്ത്രിയാണ്. ഓക്കെ, KPMSന്റെ ആദ്യ പ്രസിഡന്റ് P.K. ചാത്തൻ മാസ്റ്ററും KPMSന്റെ ആദ്യ സെക്രട്ടറി ചന്ദ്രശേഖര ശാസ്ത്രിയും. ഇനി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഓക്കെ, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. SNDPയുടെ മാതൃകയിൽ വഖഫ് മൗലവി ആരംഭിച്ച സംഘടനയാണ് ഏത്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്നത്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1918 നിലക്കമുക്കിലായിരുന്നു. 1918 നിലക്കമുക്കിലായിരുന്നു. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1918 വഖഫ് മൗലവി ആരംഭിച്ച സംഘടനകളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം.
മുസ്ലിം സമാജം ചിറയൻകീഴ്. അപ്പോൾ SNDPയുടെ മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. അത് സ്ഥാപിതമായ വർഷം 1918. നിലക്കമുക്കിലെ വക്കം മൗലവി ആരംഭിച്ച സംഘടനകൾ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം. ഓക്കെ, അത്രയാണ് അതിൽ പറയുന്നത്. പിന്നെ ഇനി നമുക്ക് കൺഫ്യൂസിങ് ഫാക്ട്സ് നോക്കാം. അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. SNDPയുടെ നിലവിലെ മുഖപത്രം ഏതാ? യോഗനാഥം. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതാ? സാധുജന പരിപാലിനി. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ മുഖപത്രം ആടിയാർ ദീപം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. കേരള പുലയ മഹാസഭയുടെ മുഖപത്രം നയലഭം. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ കേരള പുലയ മഹാസഭയും ഇസ്ലാം ധർമ്മ പരിപാലന സംഘം കൂടെ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. അപ്പോൾ ശരി, താങ്ക് യു.